നമസ്കാരം, ലൈവ് വാർത്തയിലേക്ക് സ്വാഗതം. ഞാൻ പാർവതി. പ്രധാന വാർത്തകൾ. പത്തനാപുരം പുതുവലിൽ വാഹനാപകടത്തിൽ 2 പേർക്ക് ഗുരുതര പരിക്ക്. പുനലൂർ ചെങ്കോട്ട ഗേജ് മാറ്റത്തിന്റെ ഭാഗമായുള്ള കുടിയൊഴിപ്പിക്കൽ നടപടികൾ റെയിൽവേ നിർത്തിവെക്കണമെന്നാവശ്യപ്പെട്ട് കഴുതുരുട്ടിയിൽ കർമ്മസമിതി രൂപം കൊണ്ടു. ആവശ്യമുന്നയിച്ച് 22-ന് കർമ്മസമിതി പ്രതിനിധികൾ മധുര റെയിൽവേ ഡിവിഷൻ മാനേജറെ കാണും. പുതുതായി ചുമതലയേറ്റ പത്തനാപുരം താലൂക്ക് സമാജം ഭരണസമിതി സമാജം സ്കൂളുകളുടെ നിലവാരം മെച്ചപ്പെടുത്താൻ അടിയന്തര തീരുമാനങ്ങളുമായി രംഗത്ത്. യുവതിയെ വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിച്ച കേസിൽ ആരോപണ വിധേയനായ ഏനാദിമംഗലം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് രാജിവെക്കണമെന്നാവശ്യപ്പെട്ട് CPI പ്രക്ഷോഭം സംഘടിപ്പിച്ചു. വാർത്തകൾ വിശദമായി. പത്തനാപുരം പുതുവേലിൽ വാഹനാപകടത്തിൽ 2 പേർക്ക് ഗുരുതരമായി പരിക്കേറ്റു. ഇവരെ അടൂർ താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ചൊവ്വാഴ്ച പുലർച്ചെ 5:30 പത്തനാപുരം പുതുവലിന് സമീപം വാഹനാപകടമുണ്ടായത്. ചെങ്കോട്ടയിൽ നിന്ന് സിമന്റുമായി വന്ന കണ്ടെയ്നർ ലോറിയും അടൂർ കടമ്പനാട് നിന്ന് തിരുനെൽവേലിയിലേക്ക് പോവുകയായിരുന്ന ഇന്നോവ കാറും കൂട്ടിയിടിച്ചാണ് അപകടമുണ്ടായത്. ഗുരുതരമായി പരിക്കേറ്റ കടമ്പനാട് വടക്ക് കുരിമ്പിൽ നിർമ്മൽ കോട്ടേജിൽ ജോസ് ചാക്കോ, കടമ്പനാട് ചരിഞ്ഞകാലായിൽ വിളയിൽ ബെന്നി തോമസ് എന്നിവരെ അടൂർ താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. തിരുനെൽവേലിയിലെ എഞ്ചിനീയറിംഗ് കോളേജിലെ വിദ്യാർത്ഥിയായ ബെന്നി തോമസ് പരീക്ഷ എഴുതുന്നതിനായി പോകുമ്പോഴായിരുന്നു അപകടം. ഇന്നോവ കാർ കണ്ടെയ്നർ ലോറിയുടെ അടിയിലേക്ക് പാഞ്ഞു കയറുകയായിരുന്നു. ഇടിയുടെ ആഘാതത്തിൽ കണ്ടെയ്നറിന്റെ പിൻചക്രങ്ങൾ ഊരിത്തെറിച്ചു. കാറിന്റെ അമിത വേഗതയാണ് അപകട കാരണം. അടൂർ പത്തനാപുരം പാതയുടെ നവീകരണത്തിന് ശേഷം അപകടങ്ങൾ നിത്യസംഭവമായി മാറിയിട്ടുണ്ട്. 15ഓളം ജീവനുകൾ അപകടങ്ങളിൽ പൊലിഞ്ഞു. 3 കോടി രൂപ ചെലവഴിച്ച് 6 മാസം മുമ്പാണ് പത്തനാപുരം അടൂർ പാത നവീകരിച്ചത്. എന്നാൽ അപകട സൂചനാ ബോർഡുകളോ ഹമ്പുകളോ സ്ഥാപിക്കാൻ PWD അധികൃതർ ഇനിയും തയ്യാറായിട്ടില്ല. ന്യൂസ് ബ്യൂറോ, പത്തനാപുരം. പുനലൂർ ചെങ്കോട്ട ഗേജുമാറ്റത്തിന്റെ ഭാഗമായുള്ള കുടിയൊഴിപ്പിക്കൽ നടപടികൾ റെയിൽവേ നിർത്തിവെക്കണമെന്നാവശ്യപ്പെട്ട് കഴുതുരുട്ടിയിൽ കർമ്മസമിതി രൂപീകരിച്ചു. പുനലൂർ MLA അഡ്വക്കേറ്റ് K. രാജുവിന്റെ നേതൃത്വത്തിലാണ് കർമ്മസമിതി രൂപീകരിച്ചത്. പട്ടയം കൈവശമുള്ള 70 മുതൽ 80 വരെ വർഷങ്ങളായി ഇവിടെ താമസിച്ചു വരുന്ന 71 കുടുംബങ്ങൾക്കാണ് റെയിൽവേ ഒഴിഞ്ഞുപോകാൻ നോട്ടീസ് നൽകിയിരിക്കുന്നത്. ഇതിൽ ആര്യങ്കാവ് പഞ്ചായത്ത് ഓഫീസും ഉൾപ്പെടുന്നു. റെയിൽവേയുടെ വികസനത്തിന് എതിരല്ലെന്നും എന്നാൽ ആവശ്യത്തിൽ കൂടുതൽ സ്ഥലം ഏറ്റെടുക്കുന്നത് റെയിൽവേ ഒഴിവാക്കണമെന്നും കുടിയൊഴിപ്പിക്കപ്പെടുന്നവർക്ക് പകരം ഭൂമി നൽകണമെന്നും MLA അഡ്വക്കേറ്റ് K. രാജു ലൈവ് വാർത്തയോട് പറഞ്ഞു. റെയിൽവേ ബ്രോഡ്ഗേജ് ആക്കുന്നതുമായി ബന്ധപ്പെടുത്തിക്കൊണ്ടുള്ള പ്രവർത്തനങ്ങൾ നടന്നുവരികയാണ് ഈ പുനലൂർ മുതൽ ചെങ്കോട്ട വരെയുള്ള ഭാഗത്ത്. അതിൻ്റെ ഭാഗമായി റെയിൽവേ ഇന്നലെയും മെനഞ്ഞാന്നുമൊക്കെ ആയിട്ട് കഴുതുരുട്ടി ജംഗ്ഷനും പരിസരത്തുമുള്ള എല്ലാ വീടുകൾക്കും കടകൾക്കും പഞ്ചായത്ത് ഓഫീസ് ഉൾപ്പെടെയുള്ള സ്ഥാപനങ്ങൾക്കും ഒഴിഞ്ഞുപോകൽ നോട്ടീസ് കൊടുത്തിരിക്കുക. ഈ പ്രദേശത്ത് താമസിക്കുന്നവരെല്ലാം തന്നെ വർഷങ്ങളായി ഈ ഭൂമിയിൽ അവരുടെ കൈവശമിരിക്കുന്ന ഭൂമിയിൽ താമസിക്കുകയും അതിനകത്ത് വീട് വെക്കുകയും ആ വീട്ടിന് പഞ്ചായത്ത് കരം കൊടുക്കുകയും ഇലക്ട്രിസിറ്റി, റേഷൻ കാർഡ് തുടങ്ങിയിട്ടുള്ള എല്ലാ രേഖകളും ഉള്ളവരാണ്. ഇതിലെ ഭൂരിപക്ഷം പേർക്കും മറ്റ് ഭൂമിയൊന്നും ഇല്ലാത്തവരുമാണ്. മറ്റ് ഭൂമിയോ വീടോ ഇല്ലാത്തവരാണ്. ആ സാഹചര്യത്തിൽ റെയിൽവേയുടെ വികസനങ്ങൾ ഏറ്റെടുക്കുമ്പോൾ റെയിൽവേയുടെ വികസനത്തിനോടെല്ലാം തന്നെ ഞങ്ങൾ പൂർണ്ണമായി യോജിപ്പാണ്. ഇപ്പോൾ അത്യാവശ്യം വികസനത്തിന് ആവശ്യമായിട്ടുള്ള സ്ഥലം ഒഴികെ ബാക്കി വരുന്ന അപ്പുറവും ഇപ്പുറവും എല്ലാം ഉള്ള മറ്റ് കടക്കാരെയും അതുപോലെ തന്നെ വീട്ടുകാരെയും ഒഴിപ്പിക്കുന്ന നടപടി അത് ശരിയല്ല. അത് നിർത്തിവെക്കണം. ഒഴിപ്പിക്കൽ പൂർണ്ണമായി നിർത്തിവെക്കണം തൽക്കാലം. അതിനുശേഷം ആവശ്യമുള്ള സ്ഥലം മാത്രം മാർക്ക് ചെയ്തിട്ട് ആ സ്ഥലത്ത് നിൽക്കുന്ന വീടുകളും അതുപോലെ തന്നെ കടകളും ഒഴിപ്പിക്കുന്ന കാര്യത്തെ സംബന്ധിച്ച് മാത്രമേ ആലോചിക്കാവൂ. എന്ന് മാത്രമല്ല, അങ്ങനെ ഒഴിപ്പിക്കുമ്പോൾ അവരുടെ കൃഷി അതുപോലെ തന്നെ അവരുടെ കെട്ടിടം ഇവയ്ക്കെല്ലാം ആവശ്യമായിട്ടുള്ള നഷ്ടപരിഹാരം നൽകാനും സംസ്ഥാന ഗവൺമെൻറ്റോ കേന്ദ്ര ഗവൺമെൻറ്റോ അല്ലെങ്കിൽ റെയിൽവേ തയ്യാറാകണം എന്നുള്ള കാര്യത്തിൽ ആക്ഷൻ കൗൺസിൽ ഏകകണ്ഠമായിട്ടുള്ള തീരുമാനത്തിലാണ് എത്തിച്ചേർന്നത്. നിയുക്ത MP NK പ്രേമചന്ദ്രൻ, MLA അഡ്വക്കേറ്റ് K. രാജു, ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് SJ മോഹൻ, ആര്യങ്കാവ് പഞ്ചായത്ത് പ്രസിഡന്റ് P. അയ്യമ്മാൾ, ജില്ലാ പഞ്ചായത്ത് അംഗം SC സഞ്ജയ് ഖാൻ എന്നിവരാണ് ആക്ഷൻ കൌൺസിലിന്റെ രക്ഷാധികാരികൾ. പ്രസിഡന്റായി മാമ്പഴത്തറ സലീമിനെയും സെക്രട്ടറിയായി H. അബ്ദുൽ ഖാദറെയും തെരഞ്ഞെടുത്തു. KG ജോയ്, R. പ്രദീപ്, K. ജയൻ, R. സുരേഷ്, V. ചന്ദ്രൻ തുടങ്ങിയവരാണ് മറ്റ് ചുമതലക്കാർ. 22-ന് ആക്ഷൻ കൌൺസിൽ അംഗങ്ങൾ റെയിൽവേ മധുര ഡിവിഷൻ മാനേജറെ നേരിൽ കണ്ട് പരാതി നൽകും. ആളുകളുടെ താല്പര്യം സംരക്ഷിക്കാൻ കഴിയത്തക്കവണ്ണം പ്രവർത്തിക്കുന്നതിന് വേണ്ടി ഒരു ആക്ഷൻ കൗൺസിൽ എടുത്തു. ആ ആക്ഷൻ കൗൺസിലിൻ്റെ ആഭിമുഖ്യത്തിൽ 22-ാം തീയതി റെയിൽവേ മധുരയിലെ റെയിൽവേ ഡിവിഷൻ മാനേജറെ കാണാൻ തീരുമാനിച്ചു. നിവേദനം നൽകും. എല്ലാവരും ഒപ്പിട്ട 71 കുടുംബങ്ങളുണ്ട്. അവർ ഇത്രയും പേര് ഒപ്പിട്ട നിവേദനം നൽകുന്നതിനാവശ്യമായിട്ടുള്ള തീരുമാനമെടുത്തു. അതോടൊപ്പം തന്നെ തുടർന്നുള്ള
സമരപരിപാടികൾ ആവശ്യമായി വരുന്ന പക്ഷം അത് നടത്തുന്നതിനും ജനങ്ങളെ ഒറ്റക്കെട്ടായി നിലനിർത്തി മുന്നോട്ട് കൊണ്ടുപോകുന്നതിനും വേണ്ടി ഒരു ആക്ഷൻ കൗൺസിൽ രൂപീകരിച്ച് പ്രവർത്തനം ആരംഭിക്കാനും തീരുമാനിച്ചിരിക്കുകയാണ്. മറ്റ് സമരപരിപാടികൾ അതിനുശേഷം ആലോചിക്കുമെന്ന് ആക്ഷൻ കൌൺസിൽ സെക്രട്ടറി എച്ച് അബ്ദുൽ ഖാദർ പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, തെന്മല. പുതുതായി ചുമതലയേറ്റ പത്തനാപുരം താലൂക്ക് സമാജം ഭരണസമിതി സമാജം സ്കൂളുകളുടെ നിലവാരം മെച്ചപ്പെടുത്താൻ അടിയന്തര തീരുമാനങ്ങളെടുത്തു. തീരുമാനങ്ങൾ സമിതി വാർത്താ സമ്മേളനത്തിൽ വിശദീകരിച്ചു. രാവിലെ 10:30 പത്തനാപുരം താലൂക്ക് സമാജം ഭരണസമിതി അംഗങ്ങൾ ചുമതലയേറ്റത്. തുടർന്ന് ചേർന്ന ആദ്യ യോഗം സമാജവുമായി ബന്ധപ്പെട്ട പ്രധാന തീരുമാനങ്ങളെടുത്തു. വരവ് ചെലവ് കണക്കും ബാലൻസ് തുകയും മുൻ ഭരണസമിതിയിൽ നിന്ന് ലഭിക്കാത്ത സാഹചര്യത്തിൽ ആദ്യം രേഖാമൂലം കഴിഞ്ഞ ഭരണസമിതിയുടെ സെക്രട്ടറിക്ക് കത്തു നൽകാനും ശരിയായ പ്രതികരണം ലഭിക്കുന്നില്ലെങ്കിൽ നിയമ നടപടികൾ സ്വീകരിക്കാനും തീരുമാനിച്ചു. വരവ് ചെലവ് കണക്കുകളോ അതിന്റെ ബാക്കി ക്യാഷിനെ സംബന്ധിച്ചുള്ള വിവരങ്ങളോ ഒന്നും ഞങ്ങൾക്ക് ലഭ്യമാക്കിയിട്ടില്ല. അത് ലഭ്യമാക്കാം എന്നത് സമ്മതിച്ചിട്ടുണ്ട്. പക്ഷെ ലഭ്യമാക്കുന്നില്ല എന്നുണ്ടെങ്കിൽ വരവ് ചെലവ് കണക്കും അതിൻ്റെ തുകയും പത്തനാപുരം താലൂക്ക് സമാജത്തിൻ്റെ അക്കൗണ്ടിൽ കൈകാര്യം ചെയ്യത്തക്ക തരത്തിൽ ലഭ്യമാക്കുന്നതിനാവശ്യമായ കത്ത് നൽകുകയും ലഭ്യമാക്കുന്നില്ല എന്നുണ്ടെങ്കിൽ നിയമ നടപടികളുമായി മുന്നോട്ട് പോകണം എന്നും ഞങ്ങൾ തീരുമാനിച്ചിട്ടുണ്ട്. സ്കൂൾ തുറക്കാനുള്ള സമയമായതിനാൽ പണം കടമെടുത്ത് സ്കൂളുകളുടെ അറ്റകുറ്റപ്പണികൾ നടത്തും. സമാജം സ്കൂളുകളിൽ പുതുതായി 5ാം ക്ലാസ്സിലെത്തുന്ന വിദ്യാർത്ഥികൾക്കെല്ലാം സൗജന്യ യൂണിഫോമും പഠനോപകരണങ്ങളും നൽകും. 5ാം ക്ലാസ് പുതുതായിട്ട് വരുന്ന കുട്ടികൾക്ക് സൗജന്യമായ യൂണിഫോം നൽകാനും പഠനോപകരണങ്ങൾ നൽകാനും ഞങ്ങൾ തീരുമാനമെടുത്തിട്ടുണ്ട്. ഇംഗ്ലീഷ് മീഡിയം സ്കൂളിലെ പുതുതായിട്ട് ചേരുന്ന എല്ലാ കുട്ടികൾക്കും പഠനോപകരണങ്ങളും യൂണിഫോമും ഫ്രീ ആയിട്ട് നൽകുന്നതിന് തീരുമാനമുണ്ട്. ഇതിപ്പോൾ സ്കൂളിലെ കാർഡുകൾ ചെത്തുന്നതിന് മറ്റേ ഫർണിച്ചറുകൾ റിപ്പയർ ചെയ്യാറുണ്ട്, വൈറ്റ് വാഷ് നടത്താറുണ്ട്, സ്കൂളിൻ്റെ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് വാങ്ങിക്കണം. ഇതിനെല്ലാം ഇന്ന് തന്നെ നടപടികൾ സ്വീകരിച്ച് നാളെ മുതലായിട്ട് പണി ആരംഭിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. ഇതിന് സാമ്പത്തികം കണ്ടെത്തുക എന്നുള്ളതാണ്. ആ സാമ്പത്തികം ഞങ്ങളുടെ കയ്യിൽ നിന്ന് എടുത്താലും ചെയ്യുക എന്നുള്ളത് മുഖ്യ അജണ്ടയായിട്ടാണ് പോകുന്നത്. ഇന്ന് പ്രധാന അധ്യാപകരുടെ യോഗം വിളിച്ചിരുന്നു. അവർ ചെയ്തു തീർക്കേണ്ട ഒരു ലിസ്റ്റ് അടിയന്തരമായി തരാൻ അവർ സമർപ്പിക്കുകയും ചെയ്യും. ആ ലിസ്റ്റ് വെച്ച് അടിയന്തരമായ അതിൻ്റെ ഒരു പ്രയോറിറ്റി ലിസ്റ്റ് തയ്യാറാക്കി ഞങ്ങൾ ചെയ്തു തീർക്കാവുന്ന ഏറ്റവും പരിമിതമായ കാര്യങ്ങൾ ഈ സ്കൂൾ തുറക്കുന്നതിന് മുമ്പ് ചെയ്തു തീർക്കുന്ന. ജനകീയ പങ്കാളിത്തത്തോടെയുള്ള പ്രവേശനോത്സവങ്ങൾ ഇക്കൊല്ലം മുതൽ സംഘടിപ്പിക്കും. സ്കൂളുകളിലെ അധ്യയന നിലവാരം മെച്ചപ്പെടുത്തുന്നതിനും സമാജത്തിന്റെ പ്രവർത്തനങ്ങൾ പുതിയ മേഖലകളിലേക്ക് വ്യാപിപ്പിക്കുന്നതിനും വിപുലമായ ഒരു കർമ്മ പദ്ധതി പുതിയ ഭരണസമിതി തയ്യാറാക്കി 3 മാസത്തിനകം ജനറൽ ബോഡിയിൽ സമർപ്പിച്ച് അംഗീകാരം വാങ്ങി നടപ്പാക്കും. വരുന്ന 3 മാസത്തിനകം വിശദമായ മറ്റ് മേഖലയിലുള്ള ആളുകളും വിദഗ്ധരുമായ എല്ലാ അഭിപ്രായങ്ങൾ പങ്കുവെച്ച് ഈ പത്തനാപുരം താലൂക്ക് സമാജത്തിൻ്റെ സ്ഥാപനങ്ങളുടെ സ്ഥിതി മെച്ചപ്പെടുത്തുന്നതിനും പുതിയ സ്ഥാപനങ്ങൾ വിവിധ മേഖലകളിൽ വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ട് നടത്താൻ കഴിയുന്ന സ്ഥാപനങ്ങൾ പുതുതായി ആരംഭിക്കാൻ കഴിയുന്നുണ്ടെങ്കിൽ അത്തരം കാര്യങ്ങളടക്കം പരിശോധിച്ച് ഒരു പൊതുയോഗം വിളിച്ചുകൂട്ടി 3 മാസത്തിനുള്ളിൽ പൊതുയോഗം വിളിച്ച് ഈ കാര്യങ്ങൾ പൊതുയോഗത്തിന് മുമ്പിൽ അവതരിപ്പിച്ച് ഞങ്ങളുടെ ഒരു പ്രവർത്തന മാനിഫെസ്റ്റോ തന്നെ തയ്യാറാക്കി പ്രവർത്തിക്കണം എന്നാണ് ഞങ്ങൾ തീരുമാനിച്ചിട്ടുള്ളത്. 6 മാസത്തിലൊരിക്കൽ ജനറൽ ബോഡി കൂടി വരവ് ചെലവ് കണക്കുകൾക്ക് അംഗീകാരം വാങ്ങുകയും പ്രവർത്തനങ്ങൾ മെച്ചപ്പെടുത്തുന്നതിനുള്ള നിർദ്ദേശങ്ങൾ സമാഹരിക്കുകയും ചെയ്യും. അടുത്ത അധ്യയന വർഷം മുതൽ സമാജം സ്കൂളുകളിൽ 5 മുതൽ പഠിച്ച വിദ്യാർത്ഥികൾക്കായിരിക്കും ഹയർ സെക്കൻഡറി പ്രവേശനത്തിന് മാനേജ്മെന്റ് ക്വാട്ടയിൽ മുൻഗണന. അഡ്മിഷൻ തുടങ്ങുകയാണെങ്കിൽ മാനേജ്മെന്റ് ക്വാട്ട അടുത്ത വർഷം മുതൽ ഈ സ്കൂളിൽ പഠിക്കുന്ന 5ാം ക്ലാസ് മുതൽ പഠിച്ചു വരുന്ന കുട്ടികൾക്ക് കൊടുത്തതിന് ശേഷം മാത്രമേ മാനേജ്മെന്റ് ക്വാട്ടകൾ കിട്ടുകയുള്ളൂ. അത് ഇംഗ്ലീഷ് മീഡിയം നമ്മുടെ 2 ഇംഗ്ലീഷ് മീഡിയം സ്കൂളിൽ LKG മുതൽ LKG മുതൽ പഠിച്ചു വരുന്ന കുട്ടികൾ ഈ സ്കൂളിൽ പഠിക്കുക തീർച്ചയായിട്ടും അവർക്ക് കൊടുത്തതിന് ശേഷം മാത്രമേ മാനേജ്മെന്റ് ക്വാട്ട വെളിയിൽ നിന്ന് വരുന്ന കുട്ടികൾക്ക് ഞങ്ങൾ കൊടുക്കുകയുള്ളൂ ഒരു തീരുമാനമുണ്ട്. ഈ വർഷം നടപ്പിലാക്കാൻ ബുദ്ധിമുട്ടുള്ള ഞങ്ങൾ നേരിട്ട് 10 തന്നു കഴിയുമ്പോൾ ക്ലാസ് തുടങ്ങണം. അത് അടുത്ത വർഷം തീർച്ചയായിട്ടും അതിനൊരു സംവിധാനം ഉണ്ടാക്കി. സ്കൂൾ മാനേജർ N. മഹേശൻ, താലൂക്ക് സമാജം പ്രസിഡന്റ് NP ജോൺ, താലൂക്ക് സമാജം സെക്രട്ടറി അശോക് ബി വിക്രമൻ തുടങ്ങിയവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, പുനലൂർ. 22-ന് തൂക്കുപാലം സംരക്ഷണ സമിതി സംഘടിപ്പിക്കുന്ന ഉപവാസത്തിന് പിന്തുണ പ്രഖ്യാപിച്ച് വിദ്യാർത്ഥികളുടെ സാംസ്കാരിക സംഘടന സ്വീറ്റ്. നേരത്തെ ഉപവാസ സമരത്തിന് MLA അഡ്വക്കേറ്റ് K. രാജുവും പിന്തുണ പ്രഖ്യാപിച്ചിരുന്നു.
പുനലൂർ താലൂക്ക് കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന വിദ്യാർത്ഥികളുടെ സാംസ്കാരിക സംഘടനയാണ് സ്വീറ്റ് അഥവാ സോഷ്യൽ വർക്ക് ഫോർ എന്തൂസിയാസ്റ്റിക് എവല്യൂഷൻ ആൻഡ് ടെക്നോളജി. തൂക്കുപാലം സംരക്ഷിക്കേണ്ടതിന്റെ ആവശ്യകത ജനങ്ങളിൽ എത്തിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് തൂക്കുപാലം സംരക്ഷണ സമിതിയുടെ ഉപവാസ സമരത്തിന് പിന്തുണ പ്രഖ്യാപിച്ചിരിക്കുന്നതെന്ന് സ്വീറ്റ് ഭാരവാഹികൾ പറഞ്ഞു. ഈ രണ്ടാം ഘട്ട സമരത്തെ വിജയത്തിലെത്തിക്കും വരെ സ്വീറ്റ് സോഷ്യൽ വർക്ക് ഫോർ എന്തൂസിയാസ്റ്റിക് എവല്യൂഷൻ എന്ന യുവജന മുന്നേറ്റം അവസാന ഘട്ടം വരെ ഈ സമരം വിജയിക്കും വരെ കൂടെ ഉണ്ടാവുമെന്ന് ന്യൂസ് ബ്യൂറോ പുനലൂർ. യുവതിയെ വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിച്ച കേസിൽ ആരോപണ വിധേയനായ ഏനാദിമംഗലം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് രാജിവെക്കണമെന്ന് സിപിഐ ആവശ്യപ്പെട്ടു. ആവശ്യമുന്നയിച്ച് പ്രവർത്തകർ ഗ്രാമപഞ്ചായത്ത് ഓഫീസ് ഉപരോധിച്ചു. സിപിഐ കുന്നിട ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് ഗ്രാമപഞ്ചായത്ത് ഓഫീസ് പടിക്കൽ ധർണ സംഘടിപ്പിച്ചത്. ഈ കേസിൽ പ്രതിയായ പ്രസിഡന്റ് ജനാധിപത്യ മര്യാദ അനുസരിച്ച് ജനാധിപത്യത്തിന്റെ താഴെത്തട്ടായ പഞ്ചായത്തിന്റെ പ്രസിഡന്റ് എന്ന നിലയിൽ അദ്ദേഹം അധികാരത്തിൽ നിന്ന് മാറി നിൽക്കണമെന്നാണ് ഞങ്ങൾ ആവശ്യപ്പെട്ട് ഈ സമരമുഖത്ത് വരാനും ഈ ഒരു നാരിയ വിഷയം എടുത്തുകൊണ്ട് സമരമുഖത്ത് വരാനും കാര്യം അതാണ്. നമ്മൾ മനസ്സിലാക്കണം, ഈ പെൺകുട്ടി കൊടുത്ത പരാതിയിൽ 7-8 വർഷക്കാലം കൊണ്ട് തുടർച്ചയായിട്ട് ഈ കുട്ടിയെ പീഡിപ്പിക്കുകയും അതിനുശേഷം ഇപ്പോൾ ഒരു വിവാദത്തിന് തയ്യാറെടുക്കുകയും ചെയ്യുന്നു. അപ്പോൾ 7-8 വർഷക്കാലം കൊണ്ട് പീഡിപ്പിക്കുമ്പോൾ എന്തായാലും അതിന് തെളിവുകൾ കാണും മെഡിക്കൽ എടുക്കുമ്പോൾ. ആ ഒരു സാഹചര്യത്തിൽ അദ്ദേഹം 100% ഉറപ്പായിട്ട് ഇതിനകത്ത് പ്രതിയാണ്. ഈ ഒരു സാഹചര്യത്തിൽ അദ്ദേഹം മാറി നിൽക്കണമെന്ന് ആവശ്യപ്പെട്ടാണ് ഈ സമരമുഖത്തിൽ വരുന്നത്. ധർണ സിപിഐ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി മങ്ങാട് സുരേന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. വിവാഹ വാഗ്ദാനം നൽകി യുവതിയെ വഞ്ചിച്ച ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് തൽസ്ഥാനത്ത് ഇരിക്കാൻ യോഗ്യനല്ലെന്നും അതിനാൽ ഉടൻ രാജിവെച്ച് ജനങ്ങളോട് അദ്ദേഹം മാപ്പ് പറയണമെന്നും മങ്ങാട് സുരേന്ദ്രൻ ആവശ്യപ്പെട്ടു. സജി മാരൂർ ഈ വരുന്ന 2-3 ദിവസങ്ങൾക്കകം രാജിവെക്കും എന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. അത്തരം രാജിവെക്കാത്ത സാഹചര്യത്തിൽ രാജിവെക്കാതെ സംരക്ഷിക്കുന്നവരെ അടക്കം ഈ നമ്മുടെ നാടിന്റെ പൊതുസമൂഹത്തിന്റെ മുമ്പിൽ ഞങ്ങൾ ചോദ്യം ചെയ്യും എന്നുള്ളതിൽ യാതൊരു തർക്കവുമില്ല. സജി മാരൂർ രാജിവെക്കാൻ തയ്യാറായില്ലെങ്കിൽ ശക്തമായ സമരപരിപാടികളുമായി മുന്നോട്ട് പോകാനാണ് പാർട്ടിയുടെ തീരുമാനമെന്നും അദ്ദേഹം പറഞ്ഞു. സിപിഐ നേതാക്കളായ ജി വേണു, ബിജു, ഉഷ തുടങ്ങിയവർ ധർണയ്ക്ക് നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ പത്തനാപുരം. കിഴക്കൻ മേഖലയിൽ ഇടതുകോട്ടകൾ ഇളകി തുടങ്ങിയെന്ന് തെന്മല ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ ശശിധരൻ. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തെന്മല പഞ്ചായത്തിൽ UDF ഒറ്റക്കെട്ടായിരുന്നു. പഞ്ചായത്തിൽ LDFന് ലഭിച്ചത് 20 വോട്ടിന്റെ ഭൂരിപക്ഷം മാത്രമായിരുന്നുവെന്ന് ശശിധരൻ ചൂണ്ടിക്കാട്ടി. തെന്മലയിൽ മികച്ച തെരഞ്ഞെടുപ്പ് പ്രവർത്തനം കാഴ്ചവെക്കാൻ UDFന് കഴിഞ്ഞു. 2009-ൽ LDF 500 വോട്ടിന്റെ ഭൂരിപക്ഷം നേടിയപ്പോൾ ഇത്തവണ അത് 20 വോട്ടിന്റെ ഭൂരിപക്ഷത്തിലേക്ക് കുറഞ്ഞു. കഴിഞ്ഞ ലോക്സഭാ നിയമസഭാ തെരഞ്ഞെടുപ്പുകളുടെ എല്ലാം പ്രവർത്തനം പരിശോധിക്കുമ്പോൾ തെന്മല പഞ്ചായത്ത് ഇടതുപക്ഷ മുന്നണിയുടെ ഒരു ഉരുക്കുകോട്ടയായിരുന്നു. ഒരു കാലഘട്ടത്തിൽ 7000-ഉം 5000 വോട്ടൊക്കെ ലീഡ് ചെയ്തുകൊണ്ടിരുന്ന തെന്മല പഞ്ചായത്തിൽ ഇന്ന് അത്തരത്തിലുള്ള ഭൂരിപക്ഷം ഓരോ തെരഞ്ഞെടുപ്പുകളും കുറഞ്ഞു വരികയാണ്. കഴിഞ്ഞ അസംബ്ലി തെരഞ്ഞെടുപ്പിൽ തന്നെ 1877 വോട്ടുകളാണ് തെന്മല പഞ്ചായത്തിൽ നിന്ന് LDFന്റെ സ്ഥാനാർത്ഥി ലീഡ് ചെയ്തത്. ആ ലീഡ് കുറച്ചുകൊണ്ടുവന്ന് LDFന്റെ ലീഡ് 20 കുറയ്ക്കാൻ കഴിഞ്ഞു എന്നുള്ളത് തന്നെ ഈ തെരഞ്ഞെടുപ്പിൽ തെന്മല പഞ്ചായത്തിലെ ഐക്യ ജനാധിപത്യ മുന്നണി പ്രവർത്തകരുടെ കഠിനമായ പ്രയത്നത്തിന്റെ ഫലമാണ്. കസ്തൂരിരംഗൻ റിപ്പോർട്ടിനെ ചൊല്ലി ജനങ്ങളിൽ തെറ്റിദ്ധാരണയുണ്ടാക്കാൻ LDF ശ്രമിച്ചെങ്കിലും അത് ഫലം കണ്ടില്ലെന്നും ശശിധരൻ പറഞ്ഞു. തെന്മല പഞ്ചായത്തിൽ ഐക്യ ജനാധിപത്യ മുന്നണി പ്രവർത്തകർ പ്രതികൂലമായ സാഹചര്യങ്ങളെ വെല്ലുവിളിച്ചുകൊണ്ടാണ് യഥാർത്ഥത്തിൽ ഈ തെരഞ്ഞെടുപ്പിൽ പ്രേമേന്ദ്രന്റെ വിജയത്തിനു വേണ്ടി കഠിനമായി പ്രയത്നിച്ചത്. തെന്മല പഞ്ചായത്തിൽ ഞങ്ങൾക്ക് പ്രതീക്ഷിക്കുന്ന ഒരു ഭൂരിപക്ഷം കിട്ടിയില്ല, യഥാർത്ഥ സത്യമാണ്. 20 വോട്ടുകൾ തെന്മല പഞ്ചായത്തിൽ LDFന് ഭൂരിപക്ഷം നേടാൻ കഴിഞ്ഞു. പക്ഷേ കേരള സംസ്ഥാന ഭരണത്തിനെതിരായും അതോടൊപ്പം തന്നെ മറ്റു പല ആരോപണങ്ങളും ജനങ്ങളെ തെറ്റിദ്ധരിക്കുന്നതിന് പല ആരോപണങ്ങൾ ഉയർന്നുകൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ പ്രത്യേകിച്ച് കസ്തൂരിരംഗൻ റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട് കിഴക്കൻ മലയോര മേഖലയിൽ ആശയക്കുഴപ്പം ഉണ്ടാക്കുവാനും അത് ജനങ്ങളിൽ തെറ്റിദ്ധരിപ്പിച്ച് വോട്ടാക്കി മാറ്റാനുള്ള ശ്രമങ്ങൾ ഇടതുപക്ഷ മുന്നണിയുടെ ഭാഗത്തു നിന്നും വളരെ ശക്തമായ പ്രചരണമുണ്ടായിരുന്നു. ന്യൂസ് ബ്യൂറോ തെന്മല. മോഡിക്കെതിരെ UDF നടത്തിയ പ്രചരണമാണ് സംസ്ഥാനത്ത് LDFന് തിരിച്ചടിയായതെന്ന് CPI പത്തനാപുരം മണ്ഡലം സെക്രട്ടറി M. ജിയാസുദ്ദീൻ. മാവേലിക്കരയിൽ ചെങ്ങറ സുരേന്ദ്രന്റെ പരാജയത്തിനും ഇത് വഴിവെച്ചു. ലൈവ് വാർത്തയോട് സംസാരിക്കുകയായിരുന്നു ജിയാസുദ്ദീൻ. സംസ്ഥാനത്ത് മതന്യൂനപക്ഷങ്ങൾ UDFന് അനുകൂലമായതും ഇതിനെ അതിജീവിക്കാൻ LDFന് കഴിയാതെ പോയതുമാണ് ഇത്തരമൊരു തോൽവിക്ക് കാരണമെന്ന് M. ജിയാസുദ്ദീൻ പറഞ്ഞു. ചെങ്ങറ സുരേന്ദ്രന്റെ പരാജയം തികച്ചും അപ്രതീക്ഷിതമായിരുന്നു. പ്രാഥമികമായ വിലയിരുത്തലിൽ മനസ്സിലാകുന്ന ഒന്ന്, സംസ്ഥാനത്താകെ മതന്യൂനപക്ഷങ്ങൾ UDFന് അനുകൂലമായി ചിന്തിച്ചു എന്നതിൻ്റെ ഭാഗമായി പത്തനാപുരം മണ്ഡലത്തിലും മാവേലിക്കര മണ്ഡലത്തിലും ആ ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. UDF സ്ഥാനാർത്ഥി ജയിച്ചാൽ മോഡി വരില്ല എന്ന തരത്തിൽ വ്യാപകമായ പ്രചരണമാണ് UDF കേന്ദ്രങ്ങൾ അഴിച്ചുവിട്ടത്. മോഡി വരാൻ പോകുന്നു, അത് വരാതിരിക്കണമെങ്കിൽ ഇവിടെ
UDF ജയിക്കണം, കോൺഗ്രസ് ജയിക്കണം. ഈ പ്രചരണത്തെ അതിജീവിക്കാൻ LDFന് കഴിഞ്ഞില്ല എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ ദുർബലപ്പെടുത്തുന്ന തരത്തിലുള്ള പ്രചാരണ പ്രവർത്തനങ്ങൾ വ്യാപകമായ തരത്തിൽ UDFന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിരുന്നു. അത് യഥാസമയങ്ങൾ മനസ്സിലാക്കി പ്രതികരിക്കാൻ കഴിയാതെ പോയതിൽ ഞങ്ങൾക്ക് ചില പോരായ്മകൾ സംഭവിച്ചിട്ടുണ്ട്. പത്തനാപുരം നിയോജക മണ്ഡലത്തിൽ LDF ഒറ്റക്കെട്ടായാണ് പ്രവർത്തിച്ചത്. വോട്ട് കുറഞ്ഞതിനുള്ള കാരണം പരിശോധിക്കുമെന്നും ഈ ജനവിധി ഒരു പാഠമായി കണ്ട് മുന്നോട്ട് പോകുമെന്നും MG അസുദ്ദീൻ ലൈവ് വാർത്തയോട് പറഞ്ഞു. മണ്ഡലത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി വളരെ യോജിച്ച പ്രവർത്തനമാണ് സംഘടിപ്പിച്ചത്. LDF ഒറ്റക്കെട്ടായി തന്നെ ഈ അടുത്ത കാലത്ത് ഉണ്ടായതിൽ വെച്ച് ഏറ്റവും നല്ല യോജിപ്പോടുകൂടിയാണ് തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾ ഈ മണ്ഡലത്തിൽ സംഘടിപ്പിച്ചത്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് ഉണ്ടായ പുറകോട്ട് പോക്ക് ഗൗരവമായി LDFും CPIയും വളരെ വിശദമായി പരിശോധിക്കുന്നതാണ്. ഏതെങ്കിലും തരത്തിൽ പ്രവർത്തനത്തിൽ വൈകല്യമോ പോരായ്മയോ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ആ പിഴവുകളെല്ലാം തിരുത്തി കൂടുതൽ കരുത്തോടുകൂടി മുന്നോട്ട് പോകാൻ കഴിയുന്ന തരത്തിലുള്ള സംഘടനാപരമായ തീരുമാനങ്ങൾ ഉണ്ടാകും. ന്യൂസ് ബ്യൂറോ, പത്തനാപുരം. CBSE 10ാം ക്ലാസ് പരീക്ഷയിൽ ചെങ്ങമനാട് BR മെമ്മോറിയൽ സെൻട്രൽ സ്കൂളിന് 100% വിജയം. പരീക്ഷ എഴുതിയ 45 പേർ 75% മാർക്ക് നേടി. ഇതിൽ 7 പേർക്ക് മുഴുവൻ വിഷയങ്ങൾക്കും A+ ഉണ്ട്. 8 പേർക്ക് 90%, 15 പേർക്ക് 95% മാർക്ക് ലഭിച്ചു. മികച്ച വിജയം നേടിയ വിദ്യാർത്ഥികളെ പ്രിൻസിപ്പൽ ബാലഗോപാൽ അഭിനന്ദിച്ചു. വിദ്യാർത്ഥികൾക്കും അധ്യാപകർക്കും രക്ഷകർത്താക്കൾക്കും ഒക്കെ സ്കൂളിന്റെ പേരിലും സ്കൂളിലെ ഓരോ ഫാമിലിയിലെ ഓരോ അംഗങ്ങളുടെ പേരിലും നന്ദി അറിയിക്കുന്നു. ന്യൂസ് ബ്യൂറോ, പത്തനാപുരം. ചേച്ചിയെ വഴിയിൽ തടഞ്ഞത് ചോദ്യം ചെയ്ത അനുജന് ക്രൂരമർദ്ദനം. പുനലൂർ ആരംകുന്ന 10 ഏക്കർ ബിനോയ് ഭവനിൽ ബിനോയ് ജോണിനാണ് മർദ്ദനമേറ്റത്. ബിനോയ് ജോണിന്റെ ചേച്ചിയെ വഴിയിൽ തടഞ്ഞു നിർത്തിയ ആരംപുന്ന അയത്തൂർ വീട്ടിൽ രാഹുലിനെ ചോദ്യം ചെയ്തതിന് രാഹുലും സുഹൃത്ത് വിപിനും ചേർന്ന് ക്രൂരമായി മർദ്ദിക്കുകയായിരുന്നുവെന്ന് ബിനോയ് ജോൺ പറഞ്ഞു. എന്റെ ചേച്ചിയെ വഴിയിൽ വെച്ച് തടഞ്ഞു നിർത്തി സംസാരിച്ചപ്പോൾ ഞാൻ ചോദിക്കാൻ എന്തുകൊണ്ടാണ് അടിച്ചത്? ആദ്യം കൈവണത്തിട്ട് ചവിട്ടുകയും വാ ഒറ്റപ്പിടിക്കുകയൊക്കെ ചെയ്തു. മർദ്ദനമേറ്റ് നിലത്ത് വീണ് ബോധം നഷ്ടപ്പെട്ട ബിനോയിയെ അയൽവാസി അഖിലേഷിന്റെ സഹായത്തോടെ പുനലൂർ താലൂക്ക് ആശുപത്രിയിൽ എത്തിച്ചു. വഴി തടഞ്ഞു നിർത്തി സംസാരിക്കുന്നത് കണ്ടുകൊണ്ട് അവൻ ചെന്ന് ചോദിച്ചത് എന്തിനാ എന്റെ ചേച്ചിയെ തടഞ്ഞു നിർത്തുന്നത്. അപ്പോൾ അങ്ങനെ അവന്മാർ വെള്ളം അടിച്ച് കുടിസായിട്ടും അവന്മാർക്കവിടെ വെള്ളമടിയും സർവ്വനേരം ആ തോട്ടത്തിലാവന്മാർ. അവർ കുറേ കൂട്ടുകാരുണ്ട്. ഇപ്പോൾ ഈ 2 പിള്ളേരെ ഉള്ളായിരുന്നു. അവൻ ചോദ്യപ്പോൾ വെച്ചപ്പോൾ അവനെ കഴുത്തിൽ വെച്ച് പിടിച്ച് തള്ളി തോട്ടത്തിൽ ഇടുക, അവരുടെ ചവിട്ടുകയും അടിക്കുകയും ഒക്കെ ചെയ്തു. അത് കണ്ടുകൊണ്ട് കൊച്ചു ഓടി ചെന്ന് അടുത്തുള്ള വീട്ടിലെ കൊച്ചിനെ വിളിച്ചുകൊണ്ട് വന്നപ്പോൾ എടുക്കാൻ പറ്റാത്തതുകൊണ്ട് പിന്നെ വേറെ ആൾക്കാരെ കൂടെ വിളിച്ചുകൊണ്ട് വന്ന് ഞാൻ ചെല്ലുമ്പോൾ ബോധമില്ല, ഞാൻ വെളിയിൽ പോയത്. പുനലൂർ പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട്. രാഹുൽ, വിപിൻ എന്നിവർ പ്രദേശത്തെ സ്ഥിരം ശല്യക്കാരാണെന്ന് പരാതിയിൽ പറയുന്നു. ന്യൂസ് ബ്യൂറോ, പുനലൂർ. വൈദ്യുത തടസ്സവും അറ്റകുറ്റപ്പണികളും മൂലം മുടങ്ങിയിരുന്ന ചിത്ര കുടിവെള്ള പദ്ധതിയിലൂടെ ജലവിതരണം പുനരാരംഭിച്ചു. പമ്പിംഗ് തുടങ്ങിയതോടെ പൈപ്പ് പൊട്ടി പലയിടത്തും ജലം പാഴാകാനും തുടങ്ങി. കടയ്ക്കൽ ബ്യൂറോയുടെ റിപ്പോർട്ട്. മടത്തറ മേലേമുക്ക്, ശിവൻമുക്ക്, അരിപ്പ തുടങ്ങിയ സ്ഥലങ്ങളിൽ തോടിന് സമാനമായ രീതിയിലാണ് കുടിവെള്ളം റോഡിലൂടെ ഒഴുകുന്നത്. ദിനംപ്രതി ആയിരക്കണക്കിന് ലിറ്റർ ജലമാണ് ഇത്തരത്തിൽ പാഴാകുന്നത്. വെള്ളത്തിന്റെ ഒഴുക്ക് റോഡിന്റെ തകർച്ചയ്ക്കും കാരണമാകുന്നു. വൈദ്യുതി പൂർണ്ണമായി ലഭിക്കുന്ന മുറയ്ക്കാണ് പമ്പിംഗ് നടത്തുന്നത്. പൈപ്പ് പൊട്ടി ജലം പാഴാകുന്നത് മൂലം വൻ വൈദ്യുതി നഷ്ടവും ഉണ്ടാകുന്നു. കാലപ്പഴക്കം ചെന്ന പൈപ്പുകൾ മാറ്റുകയും പമ്പിംഗ് സ്റ്റേഷനിലേക്ക് ചിതറ സബ്സ്റ്റേഷനിൽ നിന്നോ പാലോട് സബ്സ്റ്റേഷനിൽ നിന്നോ ഏതെങ്കിലും ഒരിടത്തു നിന്ന് മാത്രം വൈദ്യുതി എത്തിക്കുകയും ചെയ്താൽ മാത്രമേ പദ്ധതിയുടെ പ്രവർത്തനം കാര്യക്ഷമമാകൂ. വകുപ്പ് തലത്തിലുള്ള അലസതയും MLAയുടെ അവഗണനയുമാണ് പദ്ധതിയുടെ തകർച്ചയ്ക്ക് കാരണമെന്ന് ആക്ഷേപമുണ്ട്. ന്യൂസ് ബ്യൂറോ, കടകൽ. കൊട്ടാരക്കര ഗ്രാമപഞ്ചായത്ത് കാര്യാലയത്തിൽ വിവിധ ആവശ്യങ്ങൾക്ക് എത്തുന്നവരെ സ്വീകരിക്കുന്നത് മാലിന്യം നിറഞ്ഞൊഴുകുന്ന ഓടയും രോഗങ്ങളുമാണ്. കൺമുന്നിലെ മാലിന്യ പ്രശ്നത്തിന് പരിഹാരം കാണാത്ത അധികൃതർ പക്ഷേ മഴക്കാലത്ത് നാട്ടുകാരെ ബോധവൽക്കരിക്കാനിറങ്ങും. മഴ പെയ്താൽ കൊട്ടാരക്കര ഗ്രാമപഞ്ചായത്ത് ഓഫീസിലേക്ക് കടക്കാൻ സർക്കസോ കളരിപ്പയറ്റോ അറിയണം. മാലിന്യം നിറഞ്ഞൊഴുകി ഓഫീസിന് മുന്നിൽ കെട്ടിക്കിടക്കുകയാണ്. ആഴ്ചകളായി ഈ സ്ഥിതി തുടരുന്നു. കണ്ടിട്ടും കാണാത്ത മട്ടിൽ അധികൃതർ അതിന്റെ മുകളിലൂടെ ചാടിയാണ് പഞ്ചായത്ത് ഹെൽത്ത് സെന്ററിലേക്ക് പോകുന്നത്. മഴക്കാലമായാൽ നാടുനീളെ മരുന്ന് വിതരണവും ബോധവത്കരണ ക്ലാസുകളും സംഘടിപ്പിക്കുന്നതിൽ മുൻകൈയെടുക്കുന്ന പഞ്ചായത്താണ്. പക്ഷേ സ്വന്തം ആഫീസിന് മുന്നിൽ മലിനജലവും പുഴുക്കളും കൂത്താടിയും ധാരാളം. പലയിടത്തു നിന്നായി ഒഴുകിയെത്തുന്ന മലിനജലം ഓടയിൽ തന്നെ കെട്ടിക്കിടക്കുകയാണ്. ഓടയ്ക്ക്
മൂടി സ്ഥാപിച്ചിട്ടുമില്ല. വിവിധ ആവശ്യങ്ങൾക്കായി പഞ്ചായത്ത് ഓഫീസിലെത്തുന്ന ആൾക്കാർ ഓടയിൽ കാൽ തെറ്റി വീഴുന്നതും പതിവ്. ഓടയിൽ നിറഞ്ഞ മലിനജലം ഒഴുക്കിവിടാൻ ആർക്കും താൽപര്യവുമില്ല. ആവശ്യങ്ങൾക്കായി വരുന്നവർ പലതവണ പഞ്ചായത്ത് മുറ്റത്തെ ഈ ദുസ്ഥിതി ചൂണ്ടിക്കാട്ടി. എന്നിട്ടും കാര്യമുണ്ടായില്ല. റോഡിൽ പോകുന്ന എല്ലാ വെള്ളവും പഞ്ചായത്ത് ഓഫീസിന്റെ പിറ്റത്ത് കയറി കിടന്നുകൊണ്ടിരിക്കുക. കുഴിവുകളും ധാരാളമുണ്ട്. പോരാങ്കിൽ ഇവിടുന്ന് വരുന്ന പഞ്ചായത്തിന്റെ വേസ്റ്റും ഇവിടെ തങ്ങിക്കിടക്കുന്നു. പല പ്രാവശ്യം ഞങ്ങൾ ആവശ്യപ്പെട്ടുള്ളതാണ്. ഇതിനു വേണ്ടിയുള്ള താല്പര്യം എടുക്കാൻ കഴിയുന്നില്ല. നാട് മൊത്തം നന്നാക്കാൻ നടക്കുന്ന പഞ്ചായത്തുകാർ അവരുടെ ആസ്ഥാനം വളരെ മോശമായി കിടക്കുക. അടിയന്തരമായി ഇതിന് പരിഹാരം ഉണ്ടാക്കുന്നതിന് വേണ്ടി പല പ്രാവശ്യമുണ്ട്. ഇന്ന് കൂടിയ പഞ്ചായത്ത് കമ്മിറ്റി ശക്തമായി പ്രതിപക്ഷ മെമ്പർ എന്ന നിലയിൽ ഞാൻ ഉന്നയിച്ചിട്ടുള്ളത്. മഴക്കാലത്ത് ഇവിടുത്തെ സാഹചര്യത്തിൽ ജലജന്യ രോഗങ്ങൾ പടർന്നു പിടിക്കും, സംശയം വേണ്ട. മഴക്കാലമാകുമ്പോൾ മാത്രം ബോധവത്കരണം നടത്തുന്ന പഞ്ചായത്ത് അധികൃതർ രോഗങ്ങൾക്ക് കാരണമായ മാലിന്യം സംസ്കരിക്കാനുള്ള നടപടികൾ സ്വീകരിക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. ന്യൂസ് ബ്യൂറോ, കൊട്ടാരക്കര. +2-ന് മുഴുവൻ മാർക്കും നേടിയ പുന്നല സ്വദേശിനി അജ്മി എൻ റസലിന് ജന്മനാടിന്റെ അനുമോദനം. പുന്നല കർക്കിടം നിവാസികൾ അജ്മിക്ക് ക്യാഷ് അവാർഡ് സമ്മാനിച്ചു. പുന്നല ചാച്ചിപ്പുന്ന കർക്കിടം നിവാസികൾ താലപ്പൊലിയുടെ അകമ്പടിയോടെയാണ് അജ്മിയെ എതിരേറ്റത്. തുടർന്ന് നടന്ന അവാർഡ് ദാന ചടങ്ങിൽ പുന്നല ശ്രീനീലകണ്ഠപുരം ശിവക്ഷേത്രം ഉപദേശക സമിതി സെക്രട്ടറി ബിജു തുണ്ടിൽ, പുന്നല മുസ്ലിം ജമാഅത്ത് ഇമാം ജുവഹർ, മർത്തോമ പള്ളി വികാരി റവറന്റ് ഫാദർ GV ബാബു എന്നിവർ ആശംസകൾ അർപ്പിച്ചു. മുതിർന്ന അധ്യാപകൻ സക്കറിയ അജ്മിക്ക് ക്യാഷ് അവാർഡ് സമ്മാനിച്ചു. വാർഡ് മെമ്പർമാരായ ലതാ സോമരാജൻ, മാത്യു പി ജോർജ്, കൊച്ചുകുഞ്ഞ് എന്നിവർ അനുമോദന ചടങ്ങിന് നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, പത്തനാപുരം. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. പത്തനാപുരം പുതുവലിൽ വാഹനാപകടത്തിൽ 2 പേർക്ക് ഗുരുതര പരിക്ക്. പുനലൂർ ചെങ്കോട്ട ഗേജ് മാറ്റത്തിന്റെ ഭാഗമായുള്ള കുടിയൊഴിപ്പിക്കൽ നടപടികൾ റെയിൽവേ നിർത്തിവെക്കണമെന്നാവശ്യപ്പെട്ട കഴുതുരുട്ടിയിൽ കർമ്മസമിതി രൂപം കൊണ്ടു. ആവശ്യമുന്നയിച്ച് 22-ന് കർമ്മസമിതി പ്രതിനിധികൾ മധുര റെയിൽവേ ഡിവിഷൻ മാനേജറെ കാണും. പുതുതായി ചുമതലയേറ്റ പത്തനാപുരം താലൂക്ക് സമാജം ഭരണസമിതി സമാജം സ്കൂളുകളുടെ നിലവാരം മെച്ചപ്പെടുത്താൻ അടിയന്തര തീരുമാനങ്ങളുമായി രംഗത്ത്. യുവതിയെ വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിച്ച കേസിൽ ആരോപണ വിധേയനായ ഏനാദിമംഗലം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് രാജിവെക്കണമെന്നാവശ്യപ്പെട്ട് CPI പ്രക്ഷോഭം സംഘടിപ്പിച്ചു. വാർത്തകൾ സമാപിക്കുന്നു. കൂടുതൽ വാർത്തകൾക്കും ദൃശ്യങ്ങൾക്കും www.livevarta.com സന്ദർശിക്കുക. നമസ്കാരം.